ഒരു 2 ക്യാരറ്റ് വീട്ടിലെടുക്കാനുണ്ട്. എന്നാൽ അടിപൊളി ടേസ്റ്റിൽ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോളയുടെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. ഗസ്റ്റ് വരുമ്പോഴേക്കോ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ആയിട്ടാണ്. ആദ്യം നമുക്കൊരു സോസ് പാൻ എടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്സൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഏകദേശം ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കളറുള്ള മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കും എടുത്തിട്ടുണ്ട്, ബ്രൗൺ കളറിലുള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ആ ഒരു നെയ്യിൽ നിന്ന് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ആ ഒരു സെയിം നെയ്യിൽ തന്നെ നമുക്ക് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 2 വലിയ ക്യാരറ്റ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൽ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് പോവണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. ഈ ഒരു പോള കഴിക്കുമ്പോൾ ഈ ഒരു തേങ്ങയുടെ ടേസ്റ്റ് കൂടെ വരുമ്പോഴാട്ടോ അടിപൊളിയാവുന്നത്. അപ്പോൾ അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് കഴിഞ്ഞാൽ അതേക്കൽ ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പാൽ കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ക്യാരറ്റിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ള 1/2 കപ്പ് തേങ്ങ ഉണ്ടല്ലോ, അതെന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണം. തേങ്ങ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്സും റൈസിൻസും ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിലേക്കൊക്കെ നല്ല കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ബാക്കി നമുക്ക് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സെയിം പാൻ തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് മതി കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ചെറിയ തീയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നട്സും റൈസിൻസും ഒക്കെ ഒന്ന് മുകളിലായിട്ടായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, എല്ലാം ഉള്ളിലേക്ക് അങ്ങനെ മിക്സ് ചെയ്തിട്ടാലും മതി. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും. മുട്ട മാത്രമേ ഉള്ളൂ നമുക്ക് കുക്കായി വരാനുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ചെറിയ തീയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മുട്ട മാത്രം ആയതുകൊണ്ട് തന്നെ. അപ്പം മുകൾ ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് കളർ ചേഞ്ച് ആക്കിയാൽ മതി. അപ്പോൾ അതാണ് ഇവിടെ അടിപൊളി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്ത്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുമ്പോൾ എന്ത് പലഹാരം ഉണ്ടാക്കി എടുക്കുന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി ആയിട്ടാണ്. നമ്മൾ കായ്പോളൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ആയിട്ടാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്